ആയിരിക്കണം, അങ്ങനെ ആകണം, അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ്, ആരോടുള്ള ഭയമായ നടപ്പ്? കർത്താവിനോടുള്ളതായ ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയായി. മനസ്സിലായോ? അവരോട് വചനം സംസാരിക്കേണ്ട ആവശ്യം ഇല്ല. അവിടെ എന്താണ് വേണ്ടത്? നമ്മുടെ നടപ്പ്. നാം നടപ്പിൽ നിഷ്കളങ്കരായി അവരവരുടെ ഭർത്താക്കന്മാരുടെ മുൻപിൽ അവരെ ബഹുമാനിച്ചും ഭയന്നും അവർക്ക് ഇഷ്ടമുള്ള നിലയിൽ നാം ജീവിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ വചനത്തിൽ എന്ത് ചെയ്യും? ഈ ഭാര്യയോട് കൂടെ എന്ത് ചെയ്യും? ഭർത്താവ് പള്ളിയിലോട്ട് വരും. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ അലങ്കാരം. അല്ലെ, നമ്മുടെയൊക്കെ നല്ല പ്രായത്തിൽ എത്ര പ്രാവശ്യം പൗഡർ ഇടും? ഇപ്പോഴൊക്കെയാണ് വലിയ ആധുനികമായ രീതി വന്നിട്ടുണ്ട്. നമ്മുടെ കൊച്ചുനാളിലൊക്കെ നമ്മൾ ഒരു ദിവസം ഒരു 10-20 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യും? മുഖത്ത് പൗഡറൊക്കെ ഇട്ട് വിയർപ്പൊക്കെ മാറ്റി, അല്ലേ, നമ്മുടെ സൗന്ദര്യം വരുത്തുവാനായിട്ടെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നാം നോക്കുന്നവരാണ്, അല്ലേ? പക്ഷേ ദൈവവചനം പറയുന്നു, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും. വസ്ത്രം ധരിക്കരുതെന്നല്ല, വസ്ത്രം ധരിക്കണം. എങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്? മാന്യമായ വസ്ത്രം ധരിക്കുകയും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും ശാന്തതയുള്ള മനസ്സും അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ആന്തരിക വ്യക്തിത്വം തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ എന്താണ്? വിലയേറിയത് എന്നാണ്, അല്ലെ? ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ്?